നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശാരിക്കുന്ന് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശാരിക്കുന്ന് കുടിവെള്ള പദ്ധതി 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രദേശവാസികൾക്കായി സജ്ജമായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഡെങ്കിപ്പനി വ്യാപകമായ അവണിശ്ശേരി പഞ്ചായത്തിൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് അധികൃതർ. വാർത്തകൾ വിശദമായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശാരിക്കുന്ന് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശാരിക്കുന്ന് കുടിവെള്ള പദ്ധതി 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രദേശവാസികൾക്കായി സജ്ജമായത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ ആവശ്യത്തിന്റെ പിറകിലാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മെമ്പർ നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനൊരു പദ്ധതി വേണം. കുറച്ച് പേർക്കാണെങ്കിൽ തന്നെ അവർക്ക് വെള്ളം ആവശ്യമാണ്, ശുദ്ധജലം ആവശ്യമാണ്. പക്ഷെ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരിക്കും. വ്യാപാര യുദ്ധം നടക്കുകയാണ് ലോകത്ത് മുഴുവൻ. ആ വ്യാപാര യുദ്ധം പോലെ തന്നെ വെള്ളത്തിനായി യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടം അത്ര വിദൂരമല്ല. നമ്മെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ ശല്യമാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ ശല്യമുണ്ട്. വെള്ളത്തിൻ്റെ ശല്യം ഉള്ളതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം നമ്മെ സംബന്ധിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആവശ്യപ്പെടും. അപ്പോൾ വലിയ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷമാണ് ലോകം മുഴുവൻ നേരിടാൻ പോകുന്നത്. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷയായി. പിന്നെ നമുക്ക് കുഴൽക്കിണർ അടിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ ഫണ്ട് കൊടുക്കുമ്പോഴാണ് ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് സാധാരണ ഫണ്ട് വരിക. ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. എനിക്കുണ്ട്, അനിതേച്ചിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു ഇത്രയും പോകുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടൊന്നും അധികം പൈസ ഒന്നും വേണ്ടി വരില്ല. അതിന് ഒരു മെമ്പർക്ക് സാധാരണ നമ്മൾ എല്ലാ വർഷവും 5 ലക്ഷം കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ വാർഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അതിൽ നേരത്തെ ഇവിടെ ഉണ്ണി സൂചിപ്പിച്ചു പോയി, 4,65,000 രൂപയാണ് നമുക്ക് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ചിലവ് വന്നിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ, വളരെ ഒതുക്കി നല്ല മനോഹരമായ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുമുണ്ട്. ശരിക്കും കോൺട്രാക്ടറൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ ഒരു അഭിനന്ദനമൊക്കെ ആൾക്കും കൊടുക്കേണ്ടതാണ്. നല്ല രീതിയിൽ അത് ചെയ്തതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ വർഷകാലത്തേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ സമയത്തും ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. ഉണ്ണി എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയായിരുന്നു കുടിവെള്ളത്തിൻ്റെ ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കി തരണം എന്നുള്ളൊരു ആവശ്യം. അതിൻ്റെ പുറത്താണ് ഈ പ്രാവശ്യം ഈ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് മുഖ്യാതിഥിയായി. ഇങ്ങനെ തന്നെ അനിശ്ചിതമായി നീണ്ടുപോകുന്നൊരു സാഹചര്യം, അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോരുത്തർക്കും നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നവരാണ്. നേരത്തെ കണക്ഷൻ ഉള്ളവർക്ക് ജൽജീവനിൽ കൂടെ വീണ്ടും കണക്ഷൻ നൽകാൻ സാധിക്കില്ല. അപ്പോൾ പുതിയൊരു ലൈനിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ അസ്തമിക്കുകയായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ മാഷ് പറഞ്ഞു ഓരോ ജലാശയങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന്. നമുക്കറിയാം, നമ്മുടെ ഓരോ വാർഡുകളിലുള്ള പൊതുകിണറുകൾ പഴയതുപോലെ ആരാണ് പൊതുകിണറുകളിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത്? അങ്ങനെ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ പോലും അത് സംരക്ഷിച്ചുകൊണ്ട് എല്ലാ കിണറുകൾക്കും ഗ്രില്ലിട്ടുകൊണ്ട് അതിനെ ചുറ്റുമതിൽ നിർമ്മിച്ചുകൊണ്ടും പഞ്ചായത്ത് പദ്ധതി വെച്ച് നമ്മളത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TN ഉണ്ണികൃഷ്ണൻ, TK ഗീത, അനിത മണി, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM അനീഷ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 70 വർഷത്തോളമായി ആശാരിക്കുന്നിലെ പഴക്കമുള്ള പൊതുകിണറാണ് കുടിവെള്ളത്തിനായി പ്രദേശത്തെ കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്നത്.
റോഡിൽ നിന്ന് ഉയർന്ന പ്രദേശമായതിനാൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പൈപ്പുകളിലൂടെ ലഭിക്കാത്ത അവസ്ഥയും ഇവിടെ നിലനിൽക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ആശ്വാരിക്കുന്ന കുടിവെള്ള പദ്ധതി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചത്. 18 ഗുണഭോക്താക്കൾക്ക് വീട്ടുപടിക്കൽ ടാപ്പിൽ കുടിവെള്ളം എത്തിച്ചു നൽകുന്നതാണ് പദ്ധതി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPU ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച പെൻഷൻകാരുടെ പ്രതിഷേധ പ്രകടനം ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി CO കൊച്ചു മാത്യു ഉദ്ഘാടനം ചെയ്തു. ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്തപ്പോൾ ഇഷ്ടം പോലെ കാശ് കിട്ടി, അതിന് പെൻഷനും ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിദ്യാധാരണ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ള തത്വം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ എന്താണ് സത്യം എന്ന് അറിയാൻ അല്ലെങ്കിൽ അറിയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ജനകീയ ഗവൺമെൻറ്റുകൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും പെൻഷനും അതുപോലെ തന്നെ ശമ്പളവും പരിഷ്കരിച്ച് വന്നിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 2021 നടപ്പിലാക്കി 19 നടപ്പിലാക്കേണ്ടിയിരുന്ന പെൻഷനും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ അതിനുണ്ടാകുന്ന അരിയറ് 4 ഗഡുക്കളായിട്ട് തരാൻ സമ്മതിക്കുകയും അതിൽ 2 ഗഡുക്കൾ 21 ഇലക്ഷന് മുന്നായി നമുക്ക് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അനുവദിക്കാമെന്ന് പറഞ്ഞ് ഓർഡറാക്കിയിരുന്ന ആ 2 ഗഡു അനുവദിക്കാതിരിക്കുകയും പിന്നീട് 2 ഗഡു തരികയും ഇനിയും DAയുടെ 2 ഗഡു കൂടി തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ധർണയും മാർച്ചുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാലത്തും കേന്ദ്രം DR വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിച്ചുകൊണ്ടിരുന്ന DRന്റെ ആ കുടിശ്ശിക യഥാർത്ഥത്തിൽ 22% ഇനി നമുക്ക് ലഭിക്കാനുള്ളത്. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് KS മോഹനൻ അധ്യക്ഷനായി. കഴിയുന്ന കുട്ടികളൊക്കെ പാടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെ ശബ്ദം ഉയർത്തിയാൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമോ? ഈ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ധർണ നടത്താനോ ഒരു പ്രകടനം നടത്താനോ അല്ലാതെ ഈ പ്രായമായ പെൻഷൻകാർക്ക് വേറെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ഈ പ്രതിഷേധം ഈ ഇങ്ങനെ രീതിയിൽ അവതരിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് നമ്മൾ നടന്നു. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വലിയ ഇനി നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അവകാശങ്ങൾ മാത്രം സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് മാത്രം മുറവിളി കൂട്ടുന്ന ഒരു സംഘടനയല്ല നമ്മുടെ സംഘടന. നമ്മൾ ഈ കേരളത്തിൽ വരുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ അകമഴിഞ്ഞ നമ്മുടെ പെൻഷൻകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത സംഖ്യ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് സെക്രട്ടറി K രാമകൃഷ്ണൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം മേഴ്സി പോൾ, സംസ്ഥാന കൗൺസിലർമാരായ രാമൻകുട്ടി മെനിങ്, ഔസേപ്പ് കോടന്നൂർ, ഗോപിനാഥൻ, ബ്ലോക്ക് ട്രഷറർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്കിൽ ഉൾപ്പെട്ട ചേർപ്പ് നോർത്ത്, സൗത്ത്, പാറളം, അവിണിശ്ശേരി, വല്ലച്ചിറ തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്നുള്ള 100 കണക്കിന് അംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ഡെങ്കിപ്പനി വ്യാപകമായ അവിണിശ്ശേരി പഞ്ചായത്തിൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് അധികൃതർ. കഴിഞ്ഞ 7 മാസത്തിനിടെ കൃത്യമായ പരിശോധനയ്ക്കൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കിയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ ഇതിനെ നേരിട്ടത്. ഈ വർഷം ജനുവരിയിലാണ് അവിണിശ്ശേരി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തൊട്ടു പിന്നാലെ അവിണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PP ദേവദാസിന്റെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ അടിയന്തര ബോധവൽക്കരണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള വീടുകളും സ്ഥാപനങ്ങളും കയറിയിറങ്ങിയ ഉദ്യോഗസ്ഥ സംഘം കൊതുകിന്റെ ഉറവിടം കണ്ടെത്തി അവ നശിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും നോട്ടീസ് മുഖേന നൽകിയിരുന്നു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിണിശ്ശേരി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പ്രത്യേക സർവേയും ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തി. ആശാപ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സർവേകൾ നടത്തിയത്. വീടുകളും സ്ഥാപനങ്ങളും അവയുടെ പരിസര പ്രദേശങ്ങളും പ്രത്യേക കളർ കോഡ് ഉപയോഗിച്ചായിരുന്നു സർവേ. പരിശോധനാ സമയത്ത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പരിസരം വൃത്തിയുള്ളതാണെങ്കിൽ സർവേ ഫോമാറ്റിൽ പച്ച നിറം രേഖപ്പെടുത്തി. വൃത്തി അല്പം കുറവുള്ളതാണെന്ന് കണ്ടെത്തിയാൽ അതിന് നീലനിറവും അടയാളപ്പെടുത്തിയിരുന്നു. തീർത്തും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയവർക്ക് ചുവപ്പ് മാർക്കും രേഖപ്പെടുത്തിയുള്ളതായിരുന്നു പരിശോധനാ സർവേ. ഇത്തരത്തിൽ ചുവപ്പ് മാർക്ക് രേഖപ്പെടുത്തപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഇതൊഴിവാക്കാൻ അധികൃതർ നോട്ടീസും നൽകിയിരുന്നു.
എന്നാൽ ബന്ധപ്പെട്ട നോട്ടീസ് അവഗണിച്ചതിനെ തുടർന്ന് പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടിക്കായി ആരോഗ്യവകുപ്പ് തൃശൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കൊതുകിന്റെ ഉറവിടങ്ങൾ നീക്കം ചെയ്യാതിരുന്ന 2 സ്ഥാപനങ്ങൾക്കും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഭക്ഷണശാലയ്ക്കുമെതിരെയാണ് നിയമ നടപടി തുടങ്ങിയിരിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ PP ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥ സംഘത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് തോമസ്, TM ലിനിത എന്നിവരുമുണ്ടായിരുന്നു. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾക്കെതിരെ പരിശോധന തുടരുമെന്നും നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നിയമ നടപടി ഉണ്ടാകുമെന്നും അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ അറിയിച്ചു. വെങ്ങണിശ്ശേരി സാന്ത്വനം ബഡ് സ്കൂളിന് സെറിബ്രൽ പാൾസ് ചെയർ സമ്മാനിച്ച് KSFE ജീവനക്കാരുടെ സംഘടനയായ കൈത്താങ്. KSFE ജീവനക്കാരുടെ ജീവകാരുണ്യ സംഘടനയായ കൈത്താങ്ങാണ് സെറിബ്രൽ പാൾസി സ്റ്റാൻഡിംഗ് ഫ്രെയിം വിത്ത് ടിൽറ്റിംഗ് ചെയർ സ്കൂളിന് സമ്മാനിച്ചത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ളതാണ് സാന്ത്വനം ബഡ്സ് സ്കൂൾ. സ്കൂളിൽ നടന്ന വിതരണ ചടങ്ങ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷയായി. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, കൈത്താങ് ജില്ലാ സെക്രട്ടറി AR ബാബു, പ്രസിഡന്റ് ജെയിംസ് ജോബ്സൺ, KSFE ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി MV സുധീർ, ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക KR ശോഭ, അധ്യാപിക CV ജോഫി, കൈത്താങ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പ്രതിമാസം നടത്തുന്ന വാക്കിനൊപ്പം പഠനക്കളരി സംഘടിപ്പിച്ചു. വാക്കിനൊപ്പം വായിക്കാം വളരാം എന്ന ഉദ്യമത്തിന്റെ പ്രതിമാസ പഠനക്കളരിയിൽ പ്രത്യേക ക്ലാസുകളും ആദരിക്കലും നടന്നു. കടലാശ്ശേരി ഊമംവിള്ളി മലയിൽ നടന്ന പഠന ക്ലാസ്സിന് അരുവിക്കര സെയിന്റ് ജോർജ് കോളേജിലെ ജേർണലിസം പ്രൊഫസറും സോഫ്റ്റ് സ്കിൽ പരിശീലകനുമായ KV അശ്വിൻ നേതൃത്വം നൽകി. കലാരംഗത്ത് സ്കൂൾ തലങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികളെ പഠനക്കളരിയിൽ അനുമോദിച്ചു. US നാരായണന്റെ കവിതാ സമാഹാരമായ മകൾക്ക് എന്ന പുസ്തകം വായനശാലകളിലേക്ക് വേണ്ടി സംഗീത നാരായണൻ കൈമാറി. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി കവിതാ സമാഹാരം ഏറ്റുവാങ്ങി. തൃശൂരിലിനി ഫർണിച്ചർ പൂരം. ഫർണിച്ചർ രംഗത്ത് സമാനതകളില്ലാത്ത കയ്യൊപ്പ് ചാർത്തിയ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചറിന്റെ 39ാമത്തെ ഷോറൂം ചേർപ്പ് ചൊവ്വൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫർണിച്ചർ വിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായാണ് ഐഫയുടെ പ്രയാണം തുടരുന്നത്. പിന്നിട്ട വർഷങ്ങൾക്കിടെ 10,000-കണക്കിന് ഉപഭോക്താക്കളുടെ അകമഴിഞ്ഞ പിന്തുണ നേടാനായതാണ് ഐഫയുടെ മുതൽക്കൂട്ട്. വേറിട്ട ശൈലിയിൽ ഫർണിച്ചർ വിപണന രംഗത്ത് ആധിപത്യമുറപ്പാക്കിയ ഐഫയുടെ ചൊവ്വൂരിലെ പുതിയ ഷോറൂം തൃശൂർ റോഡിൽ താടിക്കാരൻ ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഐഫ സ്ഥാപകൻ ഫൈസൽ ചീരൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, വ്യാപാര രംഗത്ത് വിലപ്പെട്ട ഉപദേശകനായി പിന്തുണ നൽകുന്ന ചിന്നൻ, നടി ഹണിറോസ് എന്നിവർ ചേർന്ന് നാടമുറിച്ച് സ്ഥാപനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഫൈസൽ ചീരൻ സാർ, അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നമാണ് ഇതിന്റെ ഒരു പ്രസ്ഥാനം. അതേപോലെ തന്നെ ഇത് 39ാമത്തെ സ്ഥാപനമാണ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ പ്രൊമോയിലൊക്കെ പറയുകയും ചെയ്തിരുന്നു. സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ഫർണിച്ചേഴ്സാണ് ഇവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് 100% നമ്മളൊരു എന്ത് ഫർണിച്ചർ ആയാലും അല്ലെങ്കിൽ ഇന്റീരിയറിന്റെ എന്ത് ആക്സസറീസ് ആയാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണമേന്മ ലോങ് ലാസ്റ്റിംഗൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ നല്ല യൂണിക് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് 100% ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. അതും ഏറ്റവും വിലക്കുറവിലും നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ ഈ ദിവസവും ഈ മാസവും ഒക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ലേ. അപ്പം അതൊന്നും മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. MG യൂണിവേഴ്സിറ്റിയിൽ B.Ed.ൽ 3ാം റാങ്ക് നേടിയ സാന്ദ്ര ശോഭി, തൃശൂർ സൈക്ലസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ഐഫ സ്ഥാപകനും CEO-യുമായ ഫൈസൽ ചീരൻ, ചെയർമാൻ MP എബി, ഐഫയുടെ വിവിധ മേഖലാ ഡയറക്ടർമാർ, കേരള വ്യാപാരി വ്യവസായി ഭാരവാഹികളായ ഷോബി ഫ്രാൻസിസ്, AD ജോഷി, സെലിബ്രിറ്റി അവതാരകൻ ഹൈദരലി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നൂതന രീതിയിലുള്ള ഫർണിച്ചറിന്റെ വിപുലമായ ഷോറൂമാണ് ചൊവ്വൂരിൽ ഒരുക്കിയിട്ടുള്ളത്.
വർഷത്തെ സ്റ്റോറാണിത്. ഇവിടുത്തെ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് എൻ്റയർലി ഫർണിച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോറൂമുകളിൽ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു ഡിസ്പ്ലേ ഇവിടെ കാണാൻ കഴിയും. അത് നോർമൽ ബഡ്ജറ്റിന് കൊടുക്കുന്ന ഫർണിച്ചറുകളാണ്. ഇത് കാണുന്ന എല്ലാവരോടും ലൈഫിലേക്ക് ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് വീണ്ടുമായി അഭ്യർത്ഥിക്കുന്നു. ഹോം ഫർണിച്ചർ, ഇന്റീരിയർ, ലിവിംഗ് ആൻഡ് ഡൈനിങ്, മോഡുലാർ സൊല്യൂഷൻസ്, ആർക്കിടെക്ചർ, ഹോം ഡെക്കാർ, ബെഡ്റൂം എസെൻഷ്യൽ, കഫ്റ്റേരിയ ഫർണിച്ചർ തുടങ്ങി വീടുകൾ, ഓഫീസുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ ആകർഷകമാക്കാനുള്ള ഫർണിച്ചർ ലോകമാണ് ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ. 2009 ആരംഭിച്ച ഐഫയ്ക്ക് സംസ്ഥാനത്തുടനീളം സ്വന്തമായി 30-ലധികം പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. ഫർണിച്ചർ രംഗത്ത് മുൻനിരയിലുള്ള ഐഫ ഇന്റീരിയർ രംഗത്തും ശ്രദ്ധേയമായ സാന്നിധ്യമായി കഴിഞ്ഞു. ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, താടിക്കാരൻ ബിൽഡിംഗ്, തൃശൂർ റോഡ്, ചൊവ്വൂർ. ഫോൺ 7994186488, 7994386488. വിശുദ്ധ എയുപ്രാസമയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുള്ള വിളംബര ഘോഷയാത്ര നടത്തി. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ വികാരി ഫാദർ ജോസ് വള്ളൂരാൻ തിരുസ്വരൂപം തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ടാജ് ആന്റണിക്ക് കൈമാറി. മേരി മാത ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ ആലപ്പാട്, സെന്റ് മേരീസ് കോൺവെന്റിലെ മദർ സിസ്റ്റർ ഹംബലിൻ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി സിസ്റ്റർ റാണി ജോൺ, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊളന്നൂർ, പോളി കുളങ്ങര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വകാര്യ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുകയോ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയോ ചെയ്താൽ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചേറ്റുവ GMUP സ്കൂളിന്റെ നിർമ്മാണം പൂർത്തിയായ 3 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന കുട്ടികളോട് ഏതാണ്ടൊരു ചിറ്റമ്പ നയം, അല്ലെങ്കിൽ എന്ത് പറയാൻ, ഒരു രണ്ടാം തരം പൗരൻ്റെ നയം. ആ കുട്ടിയെ ഇരുത്തൂല്ല, പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടില്ല, ഇങ്ങനെ ഒരു കാര്യം. ഞാനത് പ്രൈവറ്റ് ബസ് ഓണേഴ്സിനോട് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയാൻ വേണ്ടി പോകുന്നത്, കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെ കുട്ടികൾ ആവശ്യപ്പെട്ടാലും അവിടെ കുട്ടികൾ ഇറക്കി കൊടുക്കണം. കുട്ടികളെ സീറ്റിൽ നിന്ന് എണീറ്റ് വേറൊരാളെ ഇരുത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം. കുട്ടികളുടെ സംരക്ഷണം തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ബസ് സ്വകാര്യ പ്രൈവറ്റ് ബസ്സുകാർ നിലപാട് സ്വീകരിച്ചാൽ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് പരാതി കിട്ടിയാൽ പോകുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുടെ സംരക്ഷണവും ഉന്നമനവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനകം 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ വിദ്യാലയങ്ങൾക്കായി മാത്രം ചെലവഴിച്ചു. 16 വർഷങ്ങൾക്കു ശേഷം 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളും കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ മെനു പരിഷ്കരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഈ സർക്കാരിന് നടപ്പിലാക്കാനായെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷനായി. മുൻ MLA KV അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. സ്കൂൾ വികസന സമിതി രക്ഷാധികാരി PB ഹുസൈൻ ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, വൈസ് പ്രസിഡന്റ് BK സുദർശനൻ, വിദ്യാകിരണം കോർഡിനേറ്റർ രമേശ് കേശവൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത, പ്രധാനാധ്യാപകൻ PB സജീവ് എന്നിവർ സംസാരിച്ചു. നവകേരളം കർമ്മ പദ്ധതി, വിദ്യാകിരണം മിഷൻ 2020-21 പദ്ധതി പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. PFRDA നിയമം പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പെരിഞ്ഞനം സെന്ററിൽ നടന്ന ധർണ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ KU സുബ്രഹ്മണ്യൻ, A പവിഴം, VK അശോകൻ, TC കലാധരൻ, MD സന്തോഷ്, TN അജയകുമാർ, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 3 പതിറ്റാണ്ടിലേറെയായി പൂരം ഉത്സവങ്ങൾക്ക് കൈവിളക്കൊരുക്കിയിരുന്ന ചാത്തക്കുടം ബാലൻ നിര്യാതനായി. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ചയായിരുന്നു മരണം. തൃശൂർ പൂരം, പെരുവനം, ആറാട്ടുപുഴ പൂരങ്ങൾ, കുറ്റുമുക്ക് ഉത്സവം തുടങ്ങി നിരവധി ഉത്സവങ്ങൾക്കാണ് കുഞ്ഞുണ്ണി ആശാൻ എന്ന ചിറക്കൽ ബാലൻ കൈവിളക്ക് ഒരുക്കിയിരുന്നത്. 2018 ഇദ്ദേഹത്തെ ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. കൂടാതെ മറ്റ് നിരവധി ക്ഷേത്രങ്ങളും ഇദ്ദേഹത്തെ ആദരിച്ചു. തങ്കയാണ് ഭാര്യ. പരേതയായ സുധ, സുശീല എന്നിവർ മക്കളും സതീശൻ മരുമകനുമാണ്. മൃതദേഹം ഇന്ന് ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിച്ചു.
ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,295 രൂപ, പവന് 74,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശാരിക്കുന്ന് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശാരിക്കുന്ന് കുടിവെള്ള പദ്ധതി 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രദേശവാസികൾക്കായി സജ്ജമായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഡെങ്കിപ്പനി വ്യാപകമായ അവണിശ്ശേരി പഞ്ചായത്തിൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.